നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവരും കത്തിരിക്ക ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ളവർക്കുള്ള ഒരു ഫ്രൈ ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ചെറിയ കത്തിരിക്ക, തീരെ ചെറുത്, ഈ വലിപ്പമുള്ള ഒരു 8-10 കത്തിരിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതാദ്യം കുറച്ച് ഉപ്പ് വെള്ളം, എന്നിട്ട് ഈ കത്തിരിക്ക 4ആയിട്ട് കീറും. ഞെടുപ്പ് വിട്ടുപോകണ്ട, അല്ലാതെ 4ആയിട്ട് കീറും. 4ആയിട്ട് കീറുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഉപ്പുവെള്ളത്തിലും ഒന്ന് മുക്കാം. മാത്രമല്ല, ഇതിനകത്ത് പുഴുവോ വല്ലതും ഉണ്ടാവുന്നുള്ളതും അറിയാൻ പറ്റും. എന്നിട്ട് ഈ ഉപ്പുവെള്ളത്തിനകത്തൊന്ന് മുക്കും. എന്നിട്ട് ഒരു ആവി കൊടുക്കാനുള്ള ഒരു പാത്രത്തില് വെള്ളം വെച്ചു, ഒരു തട്ട് വെച്ചു. കത്തിരിക്ക ഞാൻ ഓരോന്നായിട്ട് 4ആയിട്ട് കീറി ഉപ്പുവെള്ളത്തിനകത്തോട്ടൊന്ന് മുക്കിയിട്ട് അതിലോട്ട് ആവി കയറ്റാനായിട്ട് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമ്മള് ഇത് ആവി കയറി നല്ലതുപോലെ ഒന്ന് വെന്തോട്ടെ. നമ്മള് പാൻ അടുപ്പത്ത് വെച്ച് ഈ കത്തിരിക്കകത്ത് ഇടേണ്ട ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. കുറച്ച് മുളക് പൊടി, അവരവരുടെ ആവശ്യത്തിന് എരിവനുസരിച്ച്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി വേണമെന്നുള്ളവർക്ക് മല്ലിപ്പൊടിയൂടെ ഇടാം, അത് ഓപ്ഷണലാണ്. മീൻ വറുക്കുന്ന ഇൻഗ്രീഡിയൻസ് പോലെയുള്ള സാധനമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇനി ഇതിനകത്തോട്ട് ഒരു ശകല ഉപ്പ് പൊടിയും കൂടി ചേർക്കാം. നമ്മൾ വേവാൻ വേണ്ടി വച്ചിരുന്ന ആ കത്തിരിക്കയൊക്കെ എടുക്കാം. കത്തിരിക്കയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഓരോന്നായിട്ട് എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും നിറച്ച് വയ്ക്കാം. ത്തിലോട്ട് മാറ്റാം. എന്നിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക.
ഇത് ഓരോന്നായിട്ട് പിറക്കിയിടുക. ഈ പൊടി കുറച്ച് ഇതിന്റെ മുകളിലോട്ട് തൂറ്റി കൊടുക്കാം. തീ കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. ചോറിന്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ആയാലും കഴിക്കാൻ കൊള്ളാം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കത്തിരിക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.